ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്തേ. ഞാൻ സിന്ധു സതീശൻ. രാഹുൽ ഗാന്ധി ഇന്ത്യ വിടും, സ്വർണത്തിനും ഭൂമിക്കും വില ഇരട്ടിയാകും. ട്രംപ് അവസാനത്തെ അമേരിക്കൻ പ്രസിഡന്റാണ്. അമേരിക്ക തകരും. ബംഗ്ലാദേശ് അതുപോലെ തന്നെ പോക്ക് ഭാരതത്തോട് ലയിക്കും. ഇതൊന്നും എൻ്റെ പ്രവചനമല്ല കേട്ടോ. ഇതൊക്കെ പറഞ്ഞത് ജ്യോതിഷ ആചാര്യ ശ്രീമതി റീന ശർമാജിയാണ്. ഇനി ഇവരുടെ ഈ വചനങ്ങൾ നമ്മൾ വിശ്വസിക്കണോ എന്ന് ചോദിച്ചാൽ വലിയ രീതിയിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇവർ മറ്റൊരു പ്രവചനം നടത്തിയിരുന്നു. അതായത് വെസ്റ്റ് ബംഗാളിലെ തെരഞ്ഞെടുപ്പിൽ മമതാ ബാനർജി 8 നിലയിൽ പൊട്ടുമെന്ന്. അന്ന് അത് ആരും അത്രയ്ക്ക് വിശ്വസിച്ചിരുന്നില്ല. എന്നാൽ അവർ പറഞ്ഞതുപോലെ സംഭവിച്ചു എന്ന് മാത്രമല്ല, നിയമസഭയുടെ ചുറ്റുവട്ടത്ത് പോലും മമതാ ബാനർജിക്ക് കയറാൻ പറ്റാതായി. ഇനി പറ, എങ്ങനെ നമ്മൾ ഇവരുടെ ഈ വാക്കുകൾ, ഇവരുടെ ഈ പ്രവചനം വിശ്വസിക്കാതിരിക്കും? വിശ്വാസം അതിലേ എല്ലാം. ഇനി അതുമല്ല, തമിഴ്നാടിന്റെ തലൈവർ തമിഴ് വെട്രിക്കഴകം മുതലാളി വിജയ് ആയിരിക്കും എന്നും അവർ അരുളി ചെയ്തിരുന്നു അത്രേ. ജ്യോതിഷ പണ്ഡിത ആചാര്യ ശ്രീമതി റീന ശർമ്മ 2025 പറഞ്ഞത് 2026 നരേന്ദ്രമോദി അതിശക്തനാകും എന്നാണ്. അതുപോലെ തന്നെ 2029 വരെ നമ്മുടെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി തന്നെയായിരിക്കും എന്നും അവർ പ്രവചിച്ചിട്ടുണ്ട്. കൂടാതെ നമ്മുടെ ഭാരതത്തെ സ്വർണ്ണക്കിളി എന്ന പേര് വിളിക്കുമെന്നും UN-ൽ വീറ്റോ പവർ കിട്ടുമെന്നും പ്രവചിച്ചിട്ടുണ്ടത്രേ. അതുപോലെ തന്നെ നമ്മുടെ ഭാരതത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി 2029 ജൂൺ മാസത്തിന് മുമ്പ് ഭാരതം ഉപേക്ഷിച്ച് നാട് വിടുമെന്നും ഭാരതത്തോട് മാപ്പിരക്കുമെന്നും അവർ പറയുന്നു. റീന ശർമാജിയുടെ മറ്റൊരു പ്രവചനം അമേരിക്ക 2027 ജൂണിന് മുമ്പ് രണ്ടായി പിളരുമെന്നും ട്രംപ് ആയിരിക്കും അമേരിക്കയുടെ അവസാനത്തെ പ്രസിഡന്റ് എന്നുമാണ്. ഇവരുടെ മറ്റൊരു പ്രവചനം എന്താണെന്ന് വെച്ചാൽ ഭൂമിക്കും സ്വർണത്തിനും വില കുതിച്ചുയരുമെന്നാണ് പറയുന്നത്. അടുത്ത വർഷം ജൂൺ മുതൽ പവന് ഏകദേശം 2.5 ലക്ഷം ആകുമെന്നും ഭൂമിക്ക് 2014 മുൻപ് ഉയർന്നതുപോലെ വില ഉയരുമെന്നുമാണ്. അതുപോലെ തന്നെ ബംഗ്ലാദേശും പോക്കും ഇന്ത്യയോട് കൂട്ടിച്ചേർക്കും അത്രേ, അതും ജൂണിന് മുമ്പ്. എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം. കാരണം ആരും തന്നെ മലവെള്ളം വരും എന്ന് കരുതി വാതിൽക്കൽ തൂറി വെക്കാറില്ലല്ലോ. പപ്പു പോയാൽ പിങ്കി ബാക്കിയുണ്ട്, ഭാവി പ്രധാനമന്ത്രി പദത്തിലേക്ക് മത്സരിക്കാം. അങ്ങനെ ആശ്വസിക്കാം നമുക്ക്. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ജയ് ഹിന്ദ്.